ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹ്യുണ്ടായി 2019 അവരുടെ വെന്യൂ എന്ന് പറയുന്ന ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് ആ സെഗ്മെൻറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ബ്രസ ഉണ്ടായിരുന്നു, നെക്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹ്യുണ്ടായിക്ക് ഒരു വണ്ടി വേണം എന്നുള്ള രീതിയിലാണ് അവർ ഈ വാഹനം ഇറക്കുന്നത്. അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ 3 വർഷത്തിനുള്ളിൽ, അതായത് 2022 അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു. ആ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോഴും 2024 ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ 2019 ഇറക്കിയ വണ്ടി എന്ന് പറയുമ്പം ഈ ഒരു വർഷം കൊണ്ട് തന്നെ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം അതിനടുത്തൊക്കെ ആകുമ്പോഴേക്കും ഇത്തിരി കൂടെ പഴയതാവും. സോ ഈ വാഹനത്തിന് ഒരു ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ ഇനിയും വരണ്ടേ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. ഇനി എന്തായാലും ഒരു ഫേസ് ലിഫ്റ്റ് ഓൾറെഡി വന്ന സ്ഥിതിക്ക് ഫേസ് ലിഫ്റ്റ് വരില്ല, പുതിയ ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആക്ച്വലി സൗത്ത് കൊറിയയിൽ പുതിയ ജനറേഷൻ വെന്യൂവിൻ്റെ ടെസ്റ്റിംഗ് മോഡൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കോ ഒരു വെന്യൂവിൻ്റെയൊക്കെ ഡിസൈൻ പോലെ തന്നെ തോന്നും. പക്ഷേ എന്നാൽ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഗ്രില്ലിൻ്റെ ഡിസൈൻ മൊത്തമായിട്ടൊന്നും മാറിയതുപോലെ ഉണ്ട്. നടുവിൽ മാത്രമേ ഗ്രില്ല് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ഈ സൗത്ത് കൊറിയൻ വണ്ടികളുടെയൊക്കെ ടെസ്റ്റിംഗ് ഇമേജസ് എല്ലാം ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല, ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ബ്ലാക്ക് ക്യാമോഫ്ലാജിലായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ DRLസിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതും അത്ര ഭയങ്കര വിസിബിൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഒരു LED ലൈറ്റ് ബാർ പോലത്തെ സംഭവം തന്നെ ഉള്ളൂ. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഫേസ് ലിഫ്റ്റ് വെന്യൂവിൽ വന്ന സംഭവത്തിലും അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇൻഡിക്കേറ്ററൊക്കെ അല്ലാണ്ട് വേറെ കൊടുത്തു എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് മെയിൻ ലൈറ്റിംഗ് നേരത്തെ ഉണ്ടായിരുന്നുള്ള സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ DRLs, അതുപോലെ താഴത്തെ പോർഷനിൽ മെയിൻ ഹെഡ് ലാംപ്സ്. പണ്ട് വെന്യൂ ഇറങ്ങിയ സമയത്ത് ടോപ്പ് പോർഷനിൽ ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. DRL നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പിൻ്റെ ചുറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഫേസ് ലിഫ്റ്റിൽ അവർ മാറ്റി. ഈ വണ്ടി എന്തായാലും ഏകദേശം നമുക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന പോലൊക്കെ തന്നെയുള്ള ഒരു ഡിസൈൻ്റെ ഒരു അപ്ഡേറ്റഡ് എവല്യൂഷൻ പോലത്തെ വേർഷൻ എന്നുള്ള രീതിയിൽ പറയാം. ഫ്രണ്ടിലത്തെ പിന്നെ ഒബ്വിയസ്ലി ബമ്പറിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്സ് സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. എവിടേക്കോ ഹ്യുണ്ടായുടെ പുതിയ കാസ്പർ മിൻസ്റ്ററൊക്കെ അവർ ഇറക്കിയില്ലേ, അങ്ങനത്തെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ചില സ്ഥലത്തൊക്കെ വട്ടം സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ സൗത്ത് കൊറിയ എക്സ്ക്ലൂസീവ് ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ടെസ്റ്റിംഗ് മോഡലിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു സ്പൈ ഷോട്ട് ഇല്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെ പുതിയ ORVMs കാണാം. ഇപ്പോഴത്തെ ഹ്യുണ്ടായുടെ ഇന്ത്യയിലുള്ള ഒരു വണ്ടിയിലും അവർ ORVMs ഉപയോഗിക്കുന്നില്ല. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ORVMs ആണ്. ഇതൊരിത്തിരി സ്പോർട്ടി ലുക്കുള്ള ORVMs ആണ്. മാത്രമല്ല അതിൻ്റെ അകത്ത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നല്ല നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. LED ആണ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ, ആ ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ നമുക്ക് ഏകദേശം ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിലും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ലൈനായിട്ടുള്ള ഒരു സംഭവം, അതായത് ഇത്തിരി കർവി ഷേപ്പ് പോയിട്ട് ഭയങ്കര ആംഗുലർ ആയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാൽ പോലും ഏകദേശം ഒരു ഐഡിയ വെച്ച് പറഞ്ഞതാണ്. സോ നമുക്ക് സൈഡ് പ്രൊഫൈൽ ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേഞ്ചസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പൊതുവെ ഫേസ് ലിഫ്റ്റ് വണ്ടികൾ അങ്ങനെ സൈഡ് അധികം മാറ്റാറില്ല. പക്ഷേ ജനറേഷൻ അപ്ഡേറ്റിൽ ഉറപ്പായിട്ടും സൈഡ് പ്രൊഫൈലും അതുപോലെ മൊത്തം വണ്ടിയിലും അത്യാവശ്യം ഡിസൈനിൽ റീവർക്ക് വരാറുണ്ട്. ഇനി അടുത്ത അലോയ്സിൻ്റെ ഡിസൈനാണ്. അതിപ്പോൾ എന്തായാലും ജനറേഷൻ അപ്ഡേറ്റിൽ മാറും. ജനറേഷൻ മാത്രമല്ല, ഫേസ് ലിഫ്റ്റിലാണെങ്കിൽ പോലും മാറുന്നതാണ്. ഈ വണ്ടിയുടെ അലോയ്സ് ഇപ്പോൾ ഇത് 16 ഇഞ്ച് വീൽസ് തന്നെയാണ്. അതിലെന്തായാലും മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. ഈവൻ സൗത്ത് കൊറിയൻ മോഡലിൽ തന്നെ ഒരു 16 ഇഞ്ച് ഇട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 5 സ്പോക്ക് വീൽസാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ ഇന്ത്യയിലേക്ക് വരണമെന്നില്ല. മാത്രമല്ല ഈ ഒരു ഡിസൈൻ ആണെങ്കിലും കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്, ഓർ ഡയമണ്ട് കട്ട് ഫിനിഷാണ് എന്ന് പറയും. അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അലോയ്സിൻ്റെ ഡിസൈൻ പോലൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് എൻഡ് ആണോ എന്നും അറിയില്ല. ചിലപ്പം ഇന്റർനാഷണലിലേക്ക് അവർ 17 ഇഞ്ചൊക്കെ കൊടുത്തേക്കാം. നമുക്ക് ഇന്ത്യയിൽ 16 ഇഞ്ചൊക്കെ തന്നെ തരാൻ ചാൻസ് ഉള്ളൂ. ഈ സെഗ്മെൻറ്റിൽ പൊതുവെ ഉള്ളൊരു സ്റ്റാൻഡേർഡ് 16 ഇഞ്ചാണ്. പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മുടെ 3XO ഈ അടുത്ത് 17 ഇഞ്ചുമായിട്ട് വന്നത്. ഇനി റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് ഏകദേശം വെന്യൂവിൻ്റെ ഫേസ് ലിഫ്റ്റിൽ കണ്ടതുപോലത്തെ ഉള്ള ഒരു പാറ്റേണിനായിട്ടുള്ള ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനാണ് കിട്ടുന്നത്. പക്ഷേ ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ വണ്ടികൾ, അതായത് ഇലക്ട്രിക് വണ്ടികൾ, ഇപ്പോൾ IONIQ 5 അല്ലെങ്കിൽ IONIQ 6 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ റെട്രോ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്രയും റെട്രോ ഒന്നുമല്ല, നമുക്ക് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ എന്നാലും വെന്യൂ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്തും അവർ ഏകദേശം ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് തന്നെയാണ് കൊടുത്തത്. അതിൻ്റെ അകത്ത് ഇത്രയും എലമെൻറ്റ്സ് ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3 ലൈറ്റ് ബാർസ് അല്ലാണ്ട് തന്നെ കാണാം. അതുപോലെ ഒരു L ഷേപ്പ് LED ബാർ കാണാം. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് ബാക്കിൽ എന്തായാലും അപ്ഡേറ്റ് വരും. ബാക്കിൽ നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്പൈ ഷോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ മാറ്റങ്ങൾ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ബാക്കിൽ ഇപ്പോൾ ബമ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും മാറും. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ്സിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് ഒരിടത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാഹനമായിട്ട് ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഡിസൈനിന് ബന്ധമൊന്നുമില്ല. കുറച്ച് പ്ലെയിൻ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ പ്ലെയിൻ ആയിരിക്കില്ല, എന്തായാലും അങ്ങനെ അവർ കൊടുക്കില്ലോ. കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും. ഈവൻ ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിലും നമുക്കവിടെ വ്യത്യാസം കാണാൻ പറ്റും. നടുവിലൊരു ചെറിയ ആംറസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ ഒബ്വിയസ്ലി അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും കാണിക്കില്ലല്ലോ. എന്തായാലും മൊത്തത്തിൽ ഈ ഒരു ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ അകത്ത് അത്യാവശ്യം വ്യത്യാസമുള്ളതായിട്ട് പറയാം.
ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എന്തായാലും മാറും. കാരണം ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ക്രെറ്റ, അൽക്കസാർ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഡിസൈനിലേക്കാണ് ഈ വാഹനത്തിന് ഡാഷ്ബോർഡ് ലേഔട്ട് ഇനിയിപ്പോൾ മാറാൻ പോകുന്നത്. കാരണം ഇപ്പോൾ വെന്യൂവിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇത്തിരി പഴയ ഫീലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ട് പഴയതായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഫീച്ചേഴ്സും കൊടുക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവരുടെ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഈ വാഹനത്തിന് ഡാഷ്ബോർഡിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. നമുക്കിപ്പോഴും 8 ഇഞ്ചേ ഉള്ളൂ. പക്ഷേ അതേസമയം സോണറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2020 മുതൽ തന്നെ 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ വ്യത്യാസമാണ്. പിന്നെ റിയർ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് സീറ്റ്സിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസം പറയാം. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ബാക്കി ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. റിയർ സീറ്റ് ആകുമ്പം സ്പേസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാരണം വണ്ടിയുടെ വീൽ ബേസ് ഒന്നും കാര്യമായിട്ട് മാറാനുള്ള ചാൻസ് ഇല്ല. ഓൾറെഡി ഇതൊരു സബ് 4 മീറ്റർ വാഹനമാണ്. അതുകൊണ്ട് ഇപ്പം ലെങ്ത്ത് മാറുക ഓർ ഇതിൻ്റെ ഡയമെൻഷൻസിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ 3-4 മില്ലിമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും എങ്ങനെയായാലും വരുന്നത്. കാരണം ഇത് സബ് 4 മീറ്ററിൽ അവർക്ക് നിർത്തിയേ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ച് വീൽ ബേസും ആ ഒരു റേഞ്ചിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. ആകെ കൂട്ടാൻ പറ്റുന്ന വിട്ടാണ്. ഇപ്പോൾ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഒരുപാട് വിട്ട് കൂട്ടിക്കഴിഞ്ഞാലും വണ്ടി ഡിസ്പ്രപ്പോർഷനേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി അവർ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ്സ്, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ്സ് സ്കൂപ്ഡ് ഔട്ട് ആക്കിയതുകൊണ്ട് നമുക്ക് ബാക്കിൽ അത്യാവശ്യം സ്പേസ് കിട്ടുമായിരുന്നു. അത് നേരത്തെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, പ്രീ ഫേസ് ലിഫ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് വൈസ് വലിയ കുഴപ്പമില്ലെന്ന് പറയാം. മെക്കാനിക്കലി ഈ വാഹനത്തിൽ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. ജനറേഷൻ അപ്ഡേറ്റ് ആണെങ്കിലും പ്ലാറ്റ്ഫോം മാറാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ എടുക്കാൻ മാത്രം പറ്റിയ വേറൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ അവരുടെ ഇല്ല. ഇൻ്റർനാഷണലി ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിലാണെങ്കിലും വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. നമുക്കിപ്പോൾ കറൻ്റ് 1.2 ലിറ്റർ എണ്ണ എഞ്ചിനാണ് ബേസിക് ലൈനിൽ വരുന്നത്. 83 PS പവറും 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്ന ഒരു 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. TGD എഞ്ചിനാണ്. ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ. 120 PS പവറും 170 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് DC ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. പിന്നെ ഒരു 1.5 ഡീസലുണ്ട്. അത് പക്ഷേ ചിലപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. കാരണം ഈ സെഗ്മെൻറ്റിൽ പൊതുവെ ഇപ്പം ഡീസൽ എഞ്ചിൻസ് എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സോണറ്റിലും അതുപോലെ വെന്യൂയിലും പിന്നെ നെക്സോണിലും XUV3 XOയിലും മാത്രമാണ് ഇപ്പോൾ ഡീസൽ വരുന്നത്. ബാക്കി എല്ലാവരും ഡീസൽ നിർത്തി. ഇനിയിപ്പോൾ ഇതിലവർ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അടുത്ത വർഷം ലാസ്റ്റ് ഓർ 2026 ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ വണ്ടിയുടെ ഒരു ഡെബ്യൂ വരാൻ പോകുന്നത്. അതുവരെ നമുക്ക് ഈ കറണ്ട് ജനറേഷൻ വെന്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. അടുത്ത വർഷം വരേണ്ടതാണ്. കാരണം അപ്പം തന്നെ 6 വർഷമായി. സാധാരണ ഹ്യുണ്ടായി ഇത്രയും ടൈം ഫ്രെയിമിനുള്ളിലൊക്കെ വണ്ടികളുടെ ജനറേഷൻ മാറ്റാറുള്ളതാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസ് ഞാൻ ഓൾറെഡി 10.25 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് ഉറപ്പായിട്ടും വരും. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ആ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാറ്റിയിട്ട് പുതിയൊരു 10.25 ഇഞ്ച് യൂണിറ്റ് നമ്മുടെ സോണറ്റിലൊക്കെ ഉള്ളതുപോലെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് 360 ഡിഗ്രി ക്യാമറയൊക്കെ. വേണമെങ്കിൽ പാനോറാമിക് സൺറൂഫ് കൊടുക്കാൻ ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് നെക്സോണിലും അതുപോലെ 3 XOയിലൊക്കെ പാനോറാമിക് സൺറൂഫ് അവൈലബിൾ ആണ്. സോണറ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ ഈ സെഗ്മെൻറ്റിലും വണ്ടികളുടെ പാനോറാമിക് സൺറൂഫ് വന്നു തുടങ്ങും. അതൊരു ട്രെൻഡായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ ഗൈസ്, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഹ്യുണ്ടായി വെന്യൂ ഫേസ് ലിഫ്റ്റിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.